ഓക്കെ, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോയി സെറ്റായി. എനിക്ക് ആ ഒരു ഫേസ് മാത്രം മതി. കൺട്രോളും ഫീഡ്ബാക്ക് പോകും. എനിക്ക് ആ ഉള്ളിലത്തെ ഇത്രയും ഫേസ് മാത്രമേ എനിക്ക് ഫേസ് ഓട്ടോമാറ്റിക് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് നാല് എളുപ്പ വഴി, നമുക്ക് എന്തും എളുപ്പ വഴി ചെയ്യാം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ രീതിക്ക് ഇവിടെ നമ്മൾ ബ്രിഡ്ജ് കൊടുക്കുമ്പോൾ ഇവിടെ തട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ തട്ട് കറക്റ്റായിട്ട് ഉണ്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വേണമെന്നുണ്ട് ജസ്റ്റ് ഒരു ഇൻസേർട്ട് ഇതിനിട്ട് കൊടുക്കും. ആറെടുത്ത് സ്കെയിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, വെർട്ടെക്സ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ നോക്കുക, അടിച്ചു കൊടുക്കും. ഇവിടെയും ജീവൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവിടെ കഴിച്ചിട്ട് ഇവിടെ മെർജ് ചെയ്യുന്നതിന് ഫുൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെയും അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ അവിടെ നിന്ന് ആ ഫേസിന് ചെയ്യാം. എന്തായാലും ഞാൻ രണ്ട് രീതിയും കാണിച്ചു തന്നിട്ടുള്ളൂ. ഇഷ്ടമുള്ള ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് അപ്പം തോന്നുന്നത് അത് ആ ഐഡിയ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഒരു ഐഡിയയുടെ പുറത്ത് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിക്ക്. ഓക്കെ, നിങ്ങൾ ആ എഡ്യൂക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫഷണലിന്റെ ഫോൺ ഉണ്ടെങ്കിൽ അവിടെ മെർജ് ആയതുകൊണ്ട് അല്ലേ. ഒരു അലമാരയുടെ ഉൾവശം നമുക്ക് ഉപയോഗിക്കും അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് രണ്ട് ഡ്രോ വേണം, പിന്നെ അത് വേണം, കാര്യങ്ങളെല്ലാം അല്ലേ. ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ പോവുക. ഞാനൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നടുക്ക് ബോക്സ് ക്രിയേറ്റ് ആവും. ഡബ്ല്യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. ഇവിടെ നാലെടുത്ത് ഈ എക്സ് നീങ്ങണം. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് ഇതിന്റെ വെർട്ടെക്സിനെ മുട്ടിക്കരുത്, അത് ഓർക്കുക. സൂം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. മുട്ടിപ്പോലെ അല്ലെങ്കിൽ കടന്ന് തൊട്ട് താഴെ വേണം. ഓക്കെ അല്ലേ. ഇവിടെയും അതുപോലെ തന്നെ അടിവശവും അതുപോലെ. ഓക്കെ, ഇവിടെയും നമ്മൾ നാല് വശം അതുപോലെ. മുട്ടണ്ട എന്ന മുട്ടിയില്ലെന്ന് ചോദിച്ചാൽ മുട്ടി എന്നും പറയുന്നു. അതായത് ഇങ്ങനെ ബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫേസ് ഫ്രണ്ടിലേക്ക് തള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതായി ഓക്കെ.
നിങ്ങൾ ഡ്രോ എടുത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എടുത്തേക്കുന്ന സ്ഥലം മാറിപ്പോയിട്ട് അല്ലേ? അല്ല ഡ്രോയിനെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് പോയിട്ട് ആ ഡ്രോയിൻ പുറത്തേക്ക് എടുക്കുക, ഇതിന്റെ പണി തീർക്കും. ജസ്റ്റ് എടുക്കുക, അതിനുശേഷം ഫേസ് എടുക്കുക, ഇങ്ങനത്തെ ഫേസ് എടുത്തു, എക്സ്ട്രൂഡ് കൊടുത്തു, തിക്നെസ് അല്ല ഓഫ്സെറ്റ് വാല്യൂ ചെറുതായിട്ടൊന്ന് രണ്ടാണ്, ഇപ്പോൾ ഒന്നായിട്ടുള്ളൂ ഉള്ളിലെ ഡ്രോ ചെയ്തത്. ജസ്റ്റ് വീണ്ടും ഒന്ന് എക്സ്ട്രൂഡ് കൊടുത്തു, തിക്നെസ് വാല്യൂ താഴത്തേക്ക് ഡ്രോ ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് ഇതിനകത്ത് രഹസ്യാറ വെക്കാൻ എന്ത് ചെയ്യണം? ഈ ചില കലമാരി എടുക്കുമ്പോൾ രഹസ്യാറകളെ കൃഷ്ണമാവില്ല. ഇതിന്റെ കള്ളന്മാരെന്നുള്ള ആളുകൾ എന്നാലും രഹസ്യാറങ്ങൾ വെക്കാറുണ്ട്. അപ്പൊ അതിനെടുത്ത് ഈ ഡ്രോയിങ് ഒരു രഹസ്യാറ ഇനി വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു ഇതിനുള്ളിൽ ഒരു ഡ്രോ, ഇതിനുള്ളിൽ ഡ്രോ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ ഫേസിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് എന്ന് പറയും. ഇതാണ് എക്സ്ട്രാക്ട്. അപ്പൊ അതിൻ്റെ മെഷീൻ്റെ അകത്ത് ഇല്ല, എക്സ്ട്രാക്ട് അതൊരു ഒബ്ജക്റ്റ് ആയി മാറി. ഈ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി. അപ്പൊ ഇവിടുത്തെ എന്ത് ചെയ്യണം? ഇവിടുത്തെ എഡ്ജസ് സെലക്ട് ചെയ്തിട്ട് മെഷീൻ്റെ അകത്ത് പോവുക, തിരിക്കുന്നു അവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കറ വേണം. കറ വേണമെങ്കിൽ ഇതിനെ ഒന്നെങ്കിൽ എനിക്ക് തിക്നെസ് ആക്കണം, തടിയുടെ കനം ഇല്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഫേസ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഡബ്ല്യു ചെയ്തിട്ട് അതിൻ്റെ ഒരാളാണ് പണമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യമാണ്. ഓക്കെ, ഇതിൻ്റെ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ രണ്ട് സ്ക്രൂ ഓവലായി രഹസ്യം എന്തെങ്കിലും ടിപ്പുകളായിരിക്കും ഇട്ടിട്ട് ബുക്ക് ചെയ്തിരിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെത്തേഡിൽ ഓക്കെ ഒരു സാധനം അവിടെ രഹസ്യം അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് തുറക്കുന്ന ആൾക്ക് മനസ്സിലാവുമോ അതിനകത്ത് അറിയുണ്ടെന്ന്? അപ്പൊ ഇതവിടെ വെച്ചു. അതുപോലെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു നോബ് വേണം. നോബ് അല്ലെങ്കിൽ ഒരു കീ ഹോൾ ഇട്ടാലും മതി. നമ്മൾ താക്കോൽ ഇട്ടിട്ട് വലിക്കുന്ന രീതിയിൽ ഇട്ടാലും മതി. ഇല്ലെങ്കിൽ ഒരു നോബ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം നമ്മൾ ഈ സാധനത്തെ മെഷീനകത്ത് അവൻ തിരിച്ചു വെക്കാൻ സമയത്ത് ചെയ്യണം ഇവിടെ ഈ ഗ്യാപ്പ് വേണ്ടി, എന്നാലേ നോബോട് വലിക്കാൻ വേണ്ടി ആ സ്പേസ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എനിക്ക് അവിടെ ഒരു കീ ഹോളും ഉണ്ട്. ഓക്കെ, ഞാനിപ്പം ആദ്യം നിങ്ങൾ ചെയ്യുന്ന കീ ഹോളിന്റെ അത്രയും വിശ്വസിക്കില്ല, നിങ്ങൾ ഇത്രയും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒരു നോബ് സെറ്റ് ചെയ്തു നമുക്ക് കണ്ടു. അപ്പൊ ജസ്റ്റ് ഇവിടെ എടുത്തു ഒരു നോബ് സെറ്റ്. നോബ് സെറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്. ഇതിന്റെ എന്ത് ചെയ്യാം? ഇതിന്റെ ഇത്രയും ഇത് വേണ്ട, 20 എന്നുള്ളത് ഞാൻ 10 ഇത് 10 എന്നുള്ളത് കിട്ടും. അതിനുശേഷം ജസ്റ്റ് വ്യൂ പോയിട്ട് ഇത്രയും ഫേസിന് എടുത്ത് ചെയ്തിട്ട് ഒരു എക്സ്ട്രൂഡ് ഡബ്ല്യു ഓക്കെ 6 അടിച്ച് ഒന്ന് ലെവൽ ചെയ്യാൻ അല്ലേ?